അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ലോസ് ആഞ്ചലസിൽ 2 മണിക്കൂറിൽ 5000 ഏക്കറിലേക്ക് തീ പടർന്നു കഴിഞ്ഞതായാണ് പുതിയ റിപ്പോർട്ടുകൾ. തീ അണയ്ക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇപ്പോഴും. ശക്തമായ വരണ്ട കാറ്റ് വീശിയടിക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നത്. 7 സ്ഥലങ്ങളിലായാണ് ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ കാട്ടുതീ പടരുന്നത്. ഇതിൽ 2 സ്ഥലങ്ങളിലേത് വലിയ കാട്ടുതീയാണ്. ഇത് അണക്കാനോ ശക്തി കുറക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന 19,000 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാടിനെ വിഴുങ്ങിയ കാട്ടുതീയിൽ നിന്ന് ലോസ് ആഞ്ചലസ് നഗരം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വരുന്നതിനിടെയാണ് വീണ്ടും ഇപ്പോൾ ശക്തമായ കാട്ടുതീ ഉണ്ടായത്. ശക്തമായ വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശവും കാട്ടുതീ സാധ്യത മേഖലയായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ കാലിഫോർണിയയിൽ 1000 അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചു. ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസേഡ്സ് ഈസ്റ്റേൺ പ്രദേശങ്ങളിലായി സാന്റാ മോണിക്ക മലനിരകളിൽ ജനുവരി 7 ചൊവ്വാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഭീകരമായ തീ ചുഴലിയായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. അന്ന് 21,713 ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാലിസേഡ്സ് മാലിബു പ്രദേശങ്ങളെ നിലംപരിശാക്കി. 24 പേർ വെന്തു മരിച്ചു. 15,000 കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലായി. 1 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി. ഇനിയും കെട്ടിടങ്ങാനാവാത്ത തീ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത ബാധയായി മാറുകയാണ്. ഇതുവരെ $150 ബില്യൺ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ. മുൻ പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ വസതി വരെ കാട്ടുതീ എത്തുന്ന സാഹചര്യവുമുണ്ടായി. മലകളും കടൽ തീരവും ഒരുമിച്ച് ചേരുന്ന സുഖവാസ കേന്ദ്രമായ ഇവിടെ ഭൂരിഭാഗവും ഹോളിവുഡിലെ പ്രമുഖ താരങ്ങളടക്കം അമേരിക്കയിലെ അതിപ്രശസ്തരും അതിസമ്പന്നരുമാണ് കഴിഞ്ഞു വരുന്നത്. കഴിഞ്ഞ വർഷം സ്വകാര്യ ഏജൻസി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോസ് ആഞ്ചലസിൽ 2,12,100 കോടീശ്വരന്മാരും 43 ശതകോടീശ്വരന്മാരുമുണ്ട്. രാജ്യത്തെ ഏറ്റവും അധികം ഭവനരഹിതർ ഉള്ളതും അവിടെ തന്നെയാണ്. മധ്യവർഗക്കാരും തൊഴിലാളികളുമായവരും ഇതിനിടയിലുണ്ട്. ഈ തകർച്ചയിൽ നിന്നും കരകയറാൻ ഇനിയും ബില്യൺ കണക്കിന് ഡോളറുകൾ രാജ്യം ചെലവാക്കുകയും വേണം. ആ ഒരു അവസ്ഥയിലാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ കാട്ടുതീ ആളിപ്പടരുന്നത്. ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ തവണ അധികാരമേറ്റ ഉടൻ തന്നെയാണ് ഈ ദുരന്തം വീണ്ടും അമേരിക്കയെ വിഴുങ്ങാൻ എത്തുന്നത്. ട്രംപ് കൈക്കൊള്ളുന്ന അടിയന്തര നടപടികൾ എന്തായിരിക്കുമെന്നും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും തെറ്റായ നഗര ആസൂത്രണവും താളം തെറ്റിയ ക്രൈസിസ് മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് തീ ആളിക്കത്തിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അധികാരികൾക്കും ജനങ്ങൾക്കും ഇപ്പോൾ കഴിയുന്നുള്ളൂ.